മുറി ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു വശം വന്നിട്ട് കിഴക്ക് ഭാഗവും ഒരു വശം വന്നിട്ട് തെക്ക് ഭാഗവുമാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള വിൻഡോയെ 3 പാളിയുള്ള വിൻഡോ ആക്കിയും തെക്ക് ഭാഗത്തുള്ള വിൻഡോയെ 2 പാളിയുള്ള വിൻഡോ ആക്കിയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഈ വാസ്തുപുരുഷൻ എന്ന കോൺസെപ്റ്റ് വീട്ടിന് മാത്രം നോക്കിയാൽ പോരെ, എന്തിനാണ് ഓരോ മുറിയിലും നോക്കുന്നത്? ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു എനർജി കോൺസെപ്റ്റാണ്. ഈ എനർജി കോൺസെപ്റ്റ് ഏത് സ്പേസിലും ഉണ്ട്. നമ്മളൊരു വീട് മൊത്തത്തിലെടുക്കുമ്പോഴും ഉണ്ട്, ഒരു മുറിക്കുമുണ്ട്, ഒരു എന്ത് ടൈപ്പ് ഓഫ് സ്പേസിനും അവിടെ ഒരു വാസ്തുപുരുഷൻ ഫോം ആവും. ആ ഒരു വാസ്തുപുരുഷൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത് വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു അസുരൻ നിങ്ങളെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാൻ കാത്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. ജനലുകൾ 2 പാളി വേണോ, 3 പാളി വേണോ, 4 പാളി വേണോ? പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന ചില പോയിന്റ്സിനെ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോഴും നമ്മുടെ മാക്സിമം നമ്പർ ഓഫ് ഓപ്പണിങ്സ് എന്ന് പറയുന്നത് നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചിട്ട് തന്നെ നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും വരുന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ഓപ്പണിങ്സ് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മുറി, ഇപ്പോൾ ഈ ഒരു മുറി ഇതൊരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു വശം വന്നിട്ട് കിഴക്ക് ഭാഗവും ഒരു വശം വന്നിട്ട് തെക്ക് ഭാഗവുമാണ്. ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തുള്ള വിൻഡോയെ 3 പാളിയുള്ള വിൻഡോ ആക്കിയും തെക്ക് ഭാഗത്തുള്ള വിൻഡോയെ 2 പാളിയുള്ള വിൻഡോ ആക്കിയും മാറ്റിയിട്ടുണ്ട്. കാര്യം നമ്മൾ തെക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള ഓപ്പണിങ്സിൻ്റെ സൈസുകൾ ലിമിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എനർജി ഫ്ലോയെ കൃത്യം വീട്ടിനകത്തുള്ള എനർജി ഭാഗം ഈ എല്ലാ മുറികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തേക്കാണ് എനർജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന എനർജി അത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ എനർജി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കൊടുക്കുന്ന വിൻഡോയ്ക്ക് ചെറിയ പാളി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും, ഈ വാസ്തുപുരുഷൻ എന്ന കോൺസെപ്റ്റ് വീട്ടിന് മാത്രം നോക്കിയാൽ പോരെ, എന്തിനാണ് ഓരോ മുറിയിലും നോക്കുന്നത്? ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു എനർജി കോൺസെപ്റ്റാണ്. ഈ എനർജി കോൺസെപ്റ്റ് ഏത് സ്പേസിലും ഉണ്ട്. നമ്മളൊരു വീട് മൊത്തത്തിലെടുക്കുമ്പോഴും ഉണ്ട്, ഒരു മുറിക്കുമുണ്ട്, ഒരു എന്ത് ടൈപ്പ് ഓഫ് സ്പേസിനും അവിടെ ഒരു വാസ്തുപുരുഷൻ ഫോം ആവും. ആ ഒരു വാസ്തുപുരുഷൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അത് വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു അസുരൻ നിങ്ങളെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാൻ കാത്തിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. ഒരു പ്ലോട്ടിലൊരു വാസ്തുപുരുഷൻ്റെ ശയനമുണ്ട്, അതുപോലെ തന്നെ വീട്ടിലൊരു വാസ്തുപുരുഷൻ്റെ ശയനമുണ്ട്, ഒരു മുറിയിലും ഒരു വാസ്തുപുരുഷൻ്റെ ശയനമുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വാസ്തുപുരുഷൻ എന്ന് പറയുന്നതിന് നമ്മുടെ എനർജി കോൺസെപ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ ഈ അപ്പോൾ ഇതുപോലെ ഈ വിൻഡോസിന് കണക്കുണ്ടോ എന്ന് പലരും ചോദിക്കും. ശരിക്കും വാസ്തുപരമായിട്ട് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് വിൻഡോയുടെ ഈ ഔട്ടർ കണക്ക് നമ്മൾ കൃത്യമായിട്ട് അളവിൽ തന്നെ വരുത്തണം. അതിന് അങ്കുലത്താൽ പട്ടിക എന്ന് പറയുന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് കണക്കുകൾ ലഭ്യമാണ്. ആ കണക്കുകളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇപ്പോൾ മോഡേൺ ആർക്കിടെക്ചറിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും ഇതിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് പല ടൈപ്പ് ഓഫ് ഓപ്പണിങ്സ്, നമ്മളിപ്പം വുഡൻ വിൻഡോ മാത്രമല്ല, നമ്മൾ അലുമിനിയത്തിൽ ചെയ്യാറുണ്ട്, നമ്മൾ UPVCയിൽ ചെയ്യാറുണ്ട്, നമ്മൾ പലതരത്തിലുള്ള ഓപ്പണിങ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റീലിൽ ചെയ്യാറുണ്ട്. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെല്ലാം കണക്ക് നോക്കുക എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കാലിറ്റിയെ നമ്മൾ കുറച്ച് നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനിയിപ്പം നമ്മൾ ഇനിയുള്ള കാലത്ത് അത് പോസിബിൾ അല്ല. പക്ഷെ കൃത്യമായ കണക്കുകൾ നോക്കിയാൽ അതിൻ്റേതായ ഗുണങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റത് ശരിയാണ് ഇത് തെറ്റാണെന്നുള്ളതല്ല. നമ്മൾ ചെയ്യുക എന്ന് പറയുന്നതാണ് വാസ്തുനിർദ്ദേശം. പക്ഷെ നമുക്കിപ്പോൾ ഒരു പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ പുതിയ ആർക്കിടെക്ചർ ചിലപ്പോൾ അത് പറ്റാത്തത് കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യാതിരിക്കുന്നത്. അപ്പം അതിന് ദോഷം എന്നുള്ള ആംഗിളിൽ എടുക്കേണ്ട. പക്ഷേ ഈ ഓപ്പണിങ്ങിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ അതൊരു ദോഷത്തിൻ്റെ ആംഗിളിൽ തന്നെ എടുക്കണം. കാരണം ഓപ്പണിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും ഉള്ളത് വലുതായി മാറണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്തും വെസ്റ്റും വളരെ ചെറുതായി മാറുക എന്നുള്ളതും ഒരു കാര്യം. കഴിയുന്നത് ഞാൻ ചിലപ്പോൾ പറയും, ഇതുപോലുള്ള സൗത്ത് ഭാഗത്ത് വരുമ്പോൾ കഴിയുന്നത് ഒരു സിംഗിൾ വിൻഡോ വെച്ചാൽ മതി എന്ന് പലപ്പോഴും പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ഓപ്പണിങ്സ് എത്ര ചെറുതായിരിക്കുന്നു അത്രയും നല്ലതാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നവരെ നന്ദി, നമസ്കാരം.